إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ഫുർഖാൻ ആറാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. ഖുൽ നബിയെ താങ്കൾ പറയൂ, അൻസലഹു അതിനെ അവതരിപ്പിച്ചത്, അതായത് ഖുർആനിനെ അവതരിപ്പിച്ചത്. മുന്നായത്തിൽ നോക്കൂ നിങ്ങൾ, മക്കത്തെ ആ വിശ്വാസികൾ ഖുർആനിനെതിരെ ഒരുപാട് ദുരാരോപണങ്ങൾ നടത്തി. അത് പൂർവ്വകാലത്തുള്ള ഐതിഹ്യങ്ങളാണ്, അത് ആരിൽ നിന്നോ കേട്ടെഴുതുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആരോപണങ്ങളും നടത്തിയതിന് കിട്ടച്ചിട്ടയായ ഒരു മറുപടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. ഖുൽ നബിയെ താങ്കൾ പറയൂ, അൻസലഹു അതിനെ അവതരിപ്പിച്ചത്, ആ ഖുർആനിനെ അവതരിപ്പിച്ചത് അല്ലദീയാദുരവനാണ്, യഅലമു സിർറ ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള രഹസ്യങ്ങൾ അറിയുന്ന ഒരുവനാണ് അതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രത്യക്ഷമായ കാര്യങ്ങൾ മാത്രമല്ല, കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളല്ല, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് തൊട്ടറിയുന്ന കാര്യങ്ങൾ മാത്രമല്ല, നമുക്കറിയാൻ പറ്റാത്ത എത്രയോ രഹസ്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് മുഴുവനും അറിയുന്ന, ആ രഹസ്യങ്ങൾ മുഴുവനും അറിയുന്ന, നോക്കൂ നിങ്ങൾ, റബ്ബുൽ ആലമീനിൽ നിന്നുമാണ് ഈ ഖുർആൻ, ശുദ്ധ ഖുർആൻ അവതരിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായി ആ മക്കക്കാരെ ബോധ്യപ്പെടുത്തുകയാണ്. നിങ്ങൾ നിസ്സാരമായി തള്ളിക്കളയേണ്ടതല്ല, കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി ഉൾക്കൊള്ളേണ്ട വചനങ്ങളാണ് അതിലുള്ളത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇന്നഹു നിശ്ചയമായും അത് കാന, ഇന്നഹു നിശ്ചയമായും അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കാന ഗഫൂറർ റഹീമ, അങ്ങേയറ്റം പൊറുക്കുന്നവനാകുന്നു, റഹീമൻ കരുണാനിധിയുമാകുന്നു എന്നാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ പശ്ചാത്താപിച്ചു മടങ്ങുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൈപിടിച്ച് ഉയർത്തുന്നതാണ്. അവന്റെ കാരുണ്യം കൊണ്ട് പൊതിഞ്ഞുകൊണ്ട് അവന് അങ്ങേയറ്റം അവന് പുറത്തു കൊടുക്കുന്നവനാണ് എന്നൊക്കെയാണ് ഈ വചനത്തിന്റെ ആകത്തുക. നിങ്ങൾ ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യത്തിന്റെ വചനങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ഒരിക്കലും അവിശ്വാസികൾക്ക് എതിരെയുള്ള വചനങ്ങളല്ല, അവരെ ദൂരത്താക്കുന്ന വചനങ്ങളല്ല, അവരെ വഴികേടിലേക്ക് വലിച്ചെറിയുന്ന വചനങ്ങളല്ല, അവരെ ചേർത്തുപിടിക്കുന്ന വചനങ്ങളാണ് ഇത്തരം വചനങ്ങളൊക്കെയും. നോക്കൂ നിങ്ങൾ, എത്രയും ദുരാരോപണങ്ങൾ നടത്തിയിട്ടും അവർക്കതിന്റെ സത്യം, യാഥാർത്ഥ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു വചനമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.